ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം 5 മാസമായി കേട്ടോ. അപ്പോൾ ഈ 5 മാസത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരുപാട് പേരുടെ യൂട്യൂബ് വീഡിയോസൊക്കെ വാച്ച് ചെയ്തിട്ടുണ്ട്. ചാനൽ തുടങ്ങുന്നതിന് മുന്നേ എനിക്ക് ഇങ്ങനത്തെ ഒരു ശീലം അങ്ങനെ ഇല്ലായിരുന്നു. ജസ്റ്റ് കാണും. അപ്പോൾ അതിനായിട്ട് തന്നെ ഇങ്ങനെ സമയം സ്പെൻഡ് ചെയ്യാറൊന്നുമില്ലായിരുന്നു കേട്ടോ. ഇപ്പം കുറച്ചുകൂടെ അതിലോട്ടൊക്കെ ഒന്ന് എന്നാ പറഞ്ഞാൽ ഇറങ്ങിച്ചെന്ന് കാണാനായിട്ട് ഇച്ചിരി സമയമൊക്കെ അതിന് വേണ്ടി മാറ്റി വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കാണുന്നതിനിടയ്ക്ക് എനിക്ക് ഇൻസ്പയർഡ് ആയ 2 ചാനലുണ്ട് കേട്ടോ. ഒന്ന് നമ്മുടെ ഡിയർ സിന്ദഗി എന്ന് പറഞ്ഞ പേരുള്ളൊരു ചാനലാണ്. ഡിൽന ജോസ് ആട്ടോ ആ കുട്ടിയുടെ പേര്. ആ കുട്ടിയുടെ എല്ലാ വീഡിയോസും നമുക്ക് ഒത്തിരി പോസിറ്റീവ് എനർജി തരുന്ന തരത്തിലുള്ള വീഡിയോസാണ് കേട്ടോ. ഓരോ വീഡിയോയിലെയും കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ സംസാരവും കുട്ടിയുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്ന കണ്ടൻറ്റും എല്ലാം ഒത്തിരി നല്ല രീതിയിലുള്ളതാണ് കേട്ടോ. എനിക്കതുകൊണ്ട് തന്നെ ഡിൽനയുടെ ഓരോ വീഡിയോസ് ഞാൻ മിസ് ചെയ്യാറില്ല. ഇപ്പോൾ ഷോർട്സ് ആണെങ്കിലും ലോങ് വീഡിയോസ് ആണെങ്കിലും ഞാൻ കാണാറുണ്ട്. അതുപോലെ തന്നെ വേറൊരു ചാനലാണ് അതെന്ന് പറഞ്ഞാൽ ഇപ്പം എന്നാ പറയണ്ടേ, ഒത്തിരി നല്ല കാര്യങ്ങൾ നമുക്ക് ആ ഒരു ചാനലിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളൊരു ചാനലാണ് കേട്ടോ. ലക്ഷ്മി ജോയ് എന്ന് പറഞ്ഞ ഒരു മാഡത്തിൻ്റെ ചാനലാണ്. എനിക്കൊന്ന് മാഡം കോളേജിലെ ലെക്ചറാണ്, ഏതൊരു വീഡിയോയിൽ മാഡം പറഞ്ഞിട്ടുണ്ട് കോളേജിൽ പോകുന്ന അങ്ങനെ എന്തോ ഒരു എനിക്ക് തോന്നുന്നു മാഡം കോളേജിൽ പഠിപ്പിക്കുന്നതാണ്. ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നതാണ്. രണ്ടുപേരും ജോലി ചെയ്യുന്നവരാണ്. കോട്ടയം സൈഡിലോട്ടെങ്ങാണ്ടാണ് എനിക്ക് തോന്നുന്നത് വീടൊക്കെ. ചാനലിൻ്റെ പേര് ലക്ഷ്മി ജോയ് എന്നാണ് കേട്ടോ. അപ്പം ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരുപാട് റീൽസൊക്കെ ഇടുന്നതാണ്. അപ്പോൾ ഞാൻ മാഡത്തിൻ്റെ എല്ലാ ഷോർട്സും ലോങ് വീഡിയോസും കാണാറുണ്ട് കേട്ടോ. അതിലൊക്കെ ഉള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നൂറിലൊരു 90% വീഡിയോസിലും മാഡത്തിൻ്റെ ഹസ്ബൻഡിനെ വീഡിയോസ് ഉൾപ്പെടുത്താറുണ്ട്. എന്നുവെച്ചാൽ ഇത് രണ്ടും വർക്ക് ചെയ്യുന്നതുകൊണ്ടൊക്കെ ആകുമ്പം രണ്ടുപേരും വർക്ക് ചെയ്യുന്നതാകുമ്പോൾ ബിസി ലൈഫാണ് അവർക്ക്. ഇന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ രണ്ടുപേരും ജോലി ചെയ്യുമ്പം അവർക്ക് സംസാരിക്കാനുള്ള സമയം കിട്ടാറില്ല. ഒന്ന് ഒരുമിച്ച് പുറത്തു പോയി ഭക്ഷണം കഴിക്കാനുള്ളൊരു സമയം കിട്ടാറില്ല. രണ്ടുപേരും ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് മടുപ്പാണ്. പിന്നെ റെസ്റ്റ് എടുക്കുന്നു. പിന്നെ അങ്ങനെയൊക്കെ കാര്യങ്ങൾ നീങ്ങും. പക്ഷേ ഈ മാഡത്തിൻ്റെ ചാനൽ എന്ന് പറഞ്ഞാൽ മാഡത്തിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ മാഡത്തിൻ്റെ ഹസ്ബൻഡിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല കേട്ടോ. അവർക്കായിട്ടൊരു സമയം ഇങ്ങനെ പ്രത്യേകം മാറ്റി വെച്ചിട്ടുണ്ട്. അതെപ്പോഴാണെന്ന് വെച്ചാൽ മാഡം കിച്ചണിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് സാറുണ്ടാവും കൂടെ. മെയിനായിട്ട് കുക്കിങ്ങിനല്ല അവർ മെയിനായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അവർ തമ്മിലുള്ള സംഭാഷണത്തിനാണ് കേട്ടോ. ഒരുപാട് പാചകം ചെയ്ത് കഴിയുന്നോടം വരെ അവരവരുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്ത് സംസാരിച്ചൊക്കെയാണ് കേട്ടോ. ആ രീതിയിലാണ് അവർ കുക്കിംഗ് ചെയ്യുന്നത്. ആ ഒരു സമയം മാഡം അതിനുവേണ്ടി മാറ്റി വെച്ചേക്കുവാണ് കേട്ടോ. ആ ഒരു സംഭാഷണമായിട്ടാണ് മെയിനായിട്ട് ആ ഒരു സമയം മാറ്റി വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ രാവിലെ സമയത്ത് ഒരു കോഫിയൊക്കെ ഇട്ടിട്ട് അവിടെ സിറ്റ് ഔട്ടുള്ള ഗാർഡൻ്റെ എവിടെയെന്ന് എനിക്കറിയത്തില്ല, അവിടെ പോയിരുന്ന് കുറച്ച് നേരം സംസാരിച്ച് അങ്ങനെ ഒരു സമയം അവർ കണ്ടെത്തുന്നുണ്ട് കേട്ടോ. മാഡം ഒരു വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മെയിനായിട്ട് സംസാരിക്കാനൊക്കെയുള്ള സമയം കണ്ടെത്തുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ കിച്ചനും പിന്നെ ഈ മോർണിംഗ് ആ ടൈമിലൊക്കെയാണ്. അപ്പം ഇന്നത്തെ നിങ്ങളുടെ അടുത്ത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്ത് തന്നി നിന്ന് പോകുന്ന ഒരു കാര്യമാണ് പരസ്പര സംഭാഷണവും പരസ്പര അണ്ടർസ്റ്റാൻഡിങ്ങും ഒക്കെ. ഇപ്പം എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടു വളർന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പച്ചനും മമ്മിയൊക്കെ സംസാരിച്ച് തീരത്തില്ലായിരുന്നു. അത്രമാത്രമാണ് കേട്ടോ അവർക്ക് സംസാരിക്കാൻ. ഞാനിപ്പോൾ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കും, ഇവരെന്താ ഇത്രമാത്രം ഇങ്ങനെ സംസാരിക്കാനുള്ളത്. അവരിങ്ങനെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനില്ല. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചൊന്നും അല്ലായിരുന്നു ഇരുന്നത്. എനിക്ക് വിശക്കും ഞാൻ എടുത്ത് കഴിക്കുന്നത്. പക്ഷേ അപ്പച്ചനും മമ്മിയും സെപ്പറേറ്റ് ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അവർ ഒരുമിച്ചിരുന്നേ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ സംസാരിച്ച് ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ മിക്കവാറും ചട്ടിയിലൊക്കെ ആയിരിക്കുമല്ലോ കറി വെക്കുന്നത്. ആ ചട്ടിയൊക്കെ ഇങ്ങനെ വടിച്ച് ക്ലീനാക്കിയാലും അവരുടെ സംസാരം തീരത്തില്ലായിരുന്നു. അത്രമാത്രം സംസാരിക്കുമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ആ ഒരു രീതി കണ്ടു വളർന്നതുകൊണ്ട് ഇപ്പം എൻ്റെ ഈ കുടുംബത്തും അങ്ങനെ തന്നെ കൊണ്ടുപോകണം എന്നൊരു വാശി കേട്ടോ. എനിക്ക് നന്നായിട്ട് സംസാരിക്കണം, പിള്ളേരുടെ അടുത്തൊക്കെ അങ്ങനെ തന്നെ സംസാരിക്കണം, എന്ത് ഷെയർ ചെയ്യണം, പരസ്പരം സംഭാഷണം വേണം എന്നൊക്കെയുള്ളൊരു രീതിയാണ് എനിക്കും. എനിക്കിങ്ങനെ സൈലൻ്റ് ആയിട്ടിരിക്കുന്നതൊന്നും എനിക്കൊരു താല്പര്യം ഇഷ്ടമല്ല കേട്ടോ. നന്നായിട്ട് വർത്താനൊക്കെ പറഞ്ഞ് കുടുംബമാകുമ്പോൾ അതൊക്കെയല്ലേ ഒരു രസം എന്ന് പറയുന്നത്. അപ്പം പരമാവധി ഞാൻ അങ്ങനെയൊക്കെ കൊണ്ടുപോകാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഈ മാഡത്തിൻ്റെ ചാനൽ കണ്ടപ്പം എനിക്ക് തോന്നി ഞാനും മാഡമൊക്കെ ഏകദേശം സെയിം ചിന്താഗതിക്കാരിയാണ്. സംഭാഷണത്തിനും പരസ്പര അണ്ടർസ്റ്റാൻഡിങ്ങിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു രീതിക്കാരാണെന്നൊക്കെ. അപ്പം അത് നിങ്ങളുടെ അടുത്തും കൂടെ ഒന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നി കേട്ടോ. അതാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ആയിട്ട് വന്നത്. അപ്പം പറ്റുന്നവരൊക്കെ അങ്ങനെ കുടുംബത്ത് സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. ഹസ്ബൻഡാണെങ്കിലും വൈഫാണെങ്കിലും രണ്ടുപേരും പരസ്പര സംഭാഷണത്തിലൂടെയൊക്കെ കുടുംബജീവിതം മുമ്പോട്ട് കൊണ്ടുപോവുക. മക്കളുടെ അടുത്തൊക്കെ അത്യാവശ്യം സംസാരിച്ച്
അപ്പോൾ അമ്മയ്ക്ക് മാത്രം സംസാരിക്കാനുള്ള റോൾ കൊടുക്കാണ്ട് പപ്പായും ആ ഒരു എന്താ പറയണ്ടേ ആ റോളിലോട്ട് ഇറങ്ങിച്ചെന്ന് എല്ലാവരും ഒരുമിച്ച് കുടുംബജീവിതം മുന്നോട്ട് പോകുമ്പോൾ അതാണ് കേട്ടോ ഒരു രസം എന്ന് പറയുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്നതിനോടൊപ്പം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണം കേട്ടോ. അപ്പം അടുത്ത പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം അടുത്ത വീഡിയോ കാണാം. ബൈ.